ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി മത്തി ഫ്രൈ ആണ്. സാധാരണ മത്തി ഫ്രൈ അല്ല, മത്തി ഒരു പ്രത്യേക രീതിയിൽ കട്ട് ചെയ്ത് അതിൻ്റെ മുള്ളുകളെല്ലാം മാറ്റിയതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കഴിക്കാൻ ഈസി ആയിരിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി മത്തി ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതെങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. മത്തി ഇതേപോലെ പിടിച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലുള്ള ആ ഭാഗം കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഫിഷ് ഗ്രില്ല് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ മത്തി നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുള്ള് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങെടുക്കാൻ പറ്റും. കട്ട് ചെയ്യുന്ന സമയത്ത് അത് രണ്ടായിട്ട് കട്ടായി പോകാതെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇതേപോലെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതേപോലെ നൈഫ് വെച്ച് ഇതേപോലെ ചെയ്യുമ്പോൾ അതിൻ്റെ മുള്ള് നമുക്ക് കൈവച്ച് വലിച്ചിങ്ങെടുക്കാൻ പറ്റും. മുള്ളി ഇളക്കി എടുത്തതിന് ശേഷം ബാക്കി നമുക്ക് ഇതേപോലെ കത്രിക വെച്ച് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് കാണാൻ പറ്റുന്ന മുള്ളുകളെല്ലാം കൈവച്ച് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാം. കാണാൻ പറ്റുന്ന മുള്ളുകളെല്ലാം ഞാൻ ഇളക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ മുള്ളുകളെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് കുട്ടികൾക്കൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവർക്കും കഴിക്കാൻ അത് ഇഷ്ടമായിരിക്കും. ഇതേപോലെ ബാക്കിയെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുള്ളുകൾ മാറ്റുന്നത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പാടായിട്ട് തോന്നും. പിന്നെ 2-3 എണ്ണം ചെയ്ത് കഴിയുമ്പോൾ അത് ഈസിയാവും. എല്ലാം ഞാൻ മുള്ളുകളൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പുരട്ടി വയ്ക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും. മസാലയുടെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. മസാല പുരട്ടി ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഞാനിവിടെ കൂടുതൽ എണ്ണ ഒഴിക്കുന്നില്ല. നല്ല നെയ്യുള്ള മീനായതുകൊണ്ട് അതിൽ നിന്ന് തന്നെ നെയ്യ് ഇറങ്ങി വരും. ഇതൊന്ന് അടച്ചു വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ഈ സൈഡ് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആ സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡ് ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ മത്തി ഫ്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.